പമ്പയിൽ LDF സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ അടിമുടി ദുരൂഹത ഇപ്പോഴുണ്ട്. പലതിനും ടെൻഡർ ഇല്ല, ബില്ലില്ല, വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്കായിട്ട് ചെലവഴിച്ച തുകയുടെ കണക്ക് പറയുന്നുണ്ട്. ഏതാണ്ട് 73 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഇവർക്കായിട്ട് നൽകുന്നു. പങ്കെടുക്കാൻ വന്ന ആളുകൾ പമ്പയിലാണ് പരിപാടി നടക്കുന്നതെങ്കിൽ താമസിച്ചത് മൂന്നാറിലും അതുപോലെ തന്നെ ഈ പറയുന്ന കോട്ടയം കുമരകത്തുമൊക്കെയാണ്. എന്താണ് മനസ്സിലാകുന്നത്? അല്ല, അതിനകത്ത് മനസ്സിലാക്കാനൊന്നുമില്ല. ഇത് ആഗോള അയ്യപ്പ സംഘം മാത്രമല്ല, ആഗോള കൊള്ളയും കൂടിയാണ്. കാരണം കൊള്ള എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് ധൂർത്ത് പറയുന്നതായിരിക്കും. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ നമ്മുടെ രാജ്യത്തു നിന്ന് മാത്രമല്ല പുറത്തുനിന്നൊക്കെ വന്ന ആളുകളാണ്. അവരൊക്കെ വലിയ വ്യവസായികളാണ്. വ്യവസായികൾ താമസിക്കുന്നത് കുമരകത്തും മൂന്നാറിലൊക്കെയാണ്. വലിയ വലിയ ആർഭാട വില്ലകളിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവരിൽ നിന്ന് പണം സംഭാവനയായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരുതരം ഇവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സായിരുന്നല്ലോ. അത് ഭക്തിയായിട്ടൊന്നും യാതൊരു ബന്ധമിരുന്നില്ല. ഭക്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തൽ മാത്രമാണ്. അതിന് വലിയ വ്യവസായികളെ ക്ഷണിച്ചുകൊണ്ട് വരുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു, വലിയ ദൂർത്തടിക്കുന്നു. ഇതും കൊണ്ട് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു അത് വ്യക്തമാക്കാനായിട്ട് ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിനെ അതിശക്തമായിട്ട് എതിർത്തിരുന്ന. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട ചുമതല എന്ന് പറയുന്നത് സർക്കാരിൻ്റെയോ അതേപോലെ തന്നെ CPM-ൻ്റെ ഒന്നും അല്ല. അവരുടെ പണി അതല്ല, അവർക്ക് വേറെ പണിയുണ്ട്. ആ പണിയാണ് അവർ ചെയ്യേണ്ടത്. അതിന് പകരം സർക്കാരിനെ മൊത്തമായിട്ട് ഹൈജാക്ക് ചെയ്ത് ഇവിടെ സർക്കാരിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ നടത്തിയൊരു പരിപാടിയായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതിലിങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ആരാണ് വിചാരിക്കുന്നത്? അതിനകത്ത് ചില കണക്കൊന്ന് പറയട്ടെ. ഇതിനകത്ത് ഈ പമ്പയിൽ അന്നദാന മണ്ഡപത്തിലേക്ക് ഈ ഗസ്റ്റുകൾക്ക് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി 150 കട്ടിൽ മേടിച്ചു. പക്ഷേ ആകെ 100 കട്ടിൽ അവിടെ എത്തിയിട്ടുള്ളൂ. 50 കട്ടിൽ കടലാസി മാത്രമേ. ഇതങ്ങനെ ചെയ്യാനുള്ളത്. അല്ലെ പിന്നെ 150 കട്ടിൽ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അപ്പം 150 കട്ടിൽ എന്ന് പറഞ്ഞിട്ട് 100 കട്ടിൽ വാങ്ങിച്ചാൽ 50 കട്ടിലിൻ്റെ കാശ് കട്ടെടുക്കാം. 4000 പേരെ പങ്കെടുത്ത് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്. അത് ചിലപ്പോൾ 5000 പേരുടെ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നതാകാം. 4000 പേര് പങ്കെടുത്തുള്ള ഒരു കട്ടിലിന്റെ വില ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഒരു കട്ടിലിന് 1,11,000 രൂപ. അത്രയും വലിയ കട്ടിൽ കിടക്കാനും മാത്രമുള്ള VIP. അങ്ങനത്തെ കട്ടിലാണ് കിടക്കുന്നത്. അത്രയും VIP-ലാണ് വരുന്നത്. ഇത് മൊത്തം ബിസിനസ്സും കച്ചവടമൊക്കെയാണുള്ള കൊള്ളയാണുള്ള അടിത്തറ എന്ന് പറയുന്നത്. എവിടെയൊക്കെ കാശ് കട്ടെടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ടോ അവിടെയൊക്കെ അത് കട്ടെടുക്കാനായിട്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരും കച്ചവടക്കാരും പ്രമാണിമാരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇവരുടെ പരിപാടി ഇതാണ്. ഇത് ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മാത്രമേ ഉള്ളൂ. അവരെവിടെ നടത്തുന്ന പരിപാടികളിലും ഇതേപോലെയുള്ള ധൂർത്തും കൊള്ളയുമാണോ ഉള്ളത്. ഇതിനകത്ത് പറയുന്നത് ഈ സ്പെഷ്യൽ ക്രിയേറ്റീവ് ആൻഡ് ആംബിയൻസ് വക 46 ലക്ഷം. അതെന്തിനാണെന്ന് വ്യക്തമല്ല. അതർ ഐറ്റംസ് എന്ന പേരിൽ 27.43 ലക്ഷം രൂപ. മാൻ പവർ ഇനത്തിൽ 16.67 ലക്ഷം. നമ്മൾ ഈ 10,000 രൂപ 27 രൂപ 250 രൂപ എന്നൊക്കെ പറയണമാതിരി ഇവർ 25 ലക്ഷം 15 ലക്ഷം പറയണ മാത്രമേ ഉള്ളൂ. കൊള്ളയടിക്കാൻ ഇതല്ലേ എളുപ്പമായിട്ടുള്ള മാർഗം. അതുകൊണ്ട് വാർത്തകൾ വന്നതോടുകൂടി എന്ത് ചെയ്യണം? ആദ്യം 10 കോടി രൂപ വരെ ചെലവ് വന്നു. പിന്നെ അത് വാർത്തകളുടെ ഞാൻ പറഞ്ഞത് ആരും ശരിയല്ല. മൊത്തം കൊളമാണ് ഇതൊക്കെ. പത്രങ്ങൾ ഇങ്ങനെ കൊള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വാർത്ത കൊടുക്കുക. അതും കൊടുക്കണ്ട. ആരെങ്കിലും കൊടുക്കും, അവനെ അടിക്കും ഉടനെ. 10 ലക്ഷം 10 കോടി കട്ടോട എന്ന് ചോദിച്ച് ഭയങ്കര ആഹ്ലാദം. ഒരു വാർത്ത പോലും ക്രോസ് ചെക്ക് ചെയ്ത് ശരിയായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ അച്ചടിക്കുന്നതായിട്ട് മാധ്യമങ്ങളാണ്, അതേപോലെ തന്നെ ടെലിവിഷനുകളുമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നുണകളൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ സത്യമാക്കി മാറ്റാൻ വേണ്ടി ഇവരുടെ പ്രവർത്തനങ്ങൾ സഹായകരമാണ്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പലഘട്ടം സംസാരിച്ചത്. ഇവർ പോയി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? കണ്ട ആളുകളെ കൊടുക്കുന്നതായിട്ടുള്ള കണക്കുകളൊക്കെ അവതരിപ്പിക്കലും അതേപോലെ തന്നെ ആളുകളെ പറ്റിക്കലുമാണ് പത്രങ്ങളുടെയും ടെലിവിഷൻ്റെയും ജോലി. അപ്പോൾ ദിവസവും നമ്മൾ ഇവന്മാരെ ഇങ്ങനെ വിളമ്പുന്ന സാധനങ്ങൾ വെച്ച് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് പൊതുവെ ഇത്തരം പരിപാടികൾ തന്നെയെന്ന് പറയുന്നത് ധൂർത്തും കൊള്ളയും നടക്കുന്ന പരിപാടികളാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണപ്രതിപക്ഷം നിങ്ങൾ വാദപ്രതിവാദം നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് നിങ്ങളുടെ കാലത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൊള്ള നടത്തിയത് എന്ന് സ്ഥാപിക്കൽ മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്.
ഈ ടെൻഡർ ഇല്ലാതെ ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിങ് സൊസൈറ്റിക്ക് ഇതങ്ങ് മുഴുവനായിട്ട് കൊടുക്കുന്നു. അതിൽ തന്നെ അടിമുടി ദുരൂഹതയുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഓരോ കാര്യത്തിലുമായിട്ട് ഇത്രയും പണം ചെലവഴിച്ചിട്ട് എന്ത് നേട്ടമുണ്ട്? ഇപ്പം നമ്മൾ കണ്ടത് ഈ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് കസേരകൾ ഈ പമ്പ അല്ല നാളെ ആഗോള സംഗമത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും രാവിലെ ഇത്ര പേർക്ക് ഫുഡ്, ഉച്ചയ്ക്ക് ഇത്ര പേർക്ക് ഫുഡ്, വൈകുന്നേരമൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞു, എന്നിട്ടും 3000 പേർക്കുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തുക എഴുതി മാറ്റുന്നതിലൂടെ PS പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ആ തലപ്പത്തിരിക്കുന്ന ആളാണോ ഈ കൊള്ള മുഴുവൻ ചെയ്തത്? അതോ ഇനി മുരാരി ബാബു അയാൾക്കാണ് ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ചുമതല ഉണ്ടായിരുന്നത്? ഇവരെല്ലാം ഒരു കൂട്ടുകച്ചവടക്കാരൻ. ഇവർ കൂട്ടുകച്ചവടക്കാരാണല്ല, ഇതൊരു കൂട്ട് കച്ചവട കൃഷിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് നല്ല രീതിയിൽ അവർ വിളവെടുത്തുകൊണ്ടിരുന്നിരുന്നതാണ്. അവരൊക്കെ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് പിന്നീട് ആ വിളവെടുപ്പിൻ്റെ ഗുണം അവർക്ക് കിട്ടാതെ പോകുന്നതെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ ഈ ആളുകൾ 5000 പേര് വരും എന്ന് ഇവർ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും VIP-കളായിരുന്നു. ആ VIP-കളിൽ 5000 പേരും വന്നില്ല. പക്ഷേ 5000 പേർക്കുള്ള ഫുഡ് അവിടെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണല്ലോ. നമ്മൾ കല്യാണത്തിന് എങ്ങനെയാണല്ലോ, 2000 പേരെ ക്ഷണിച്ചു, 2000 പേര് വന്നില്ല, 1500 പേരെ വന്നുള്ളൂ. ബാക്കി 500 പേരുടെ ഭക്ഷണം വല്ല വൃദ്ധസ്ഥാനത്തിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു. അല്ല, ഭക്ഷണം ആൾ വന്നില്ലെന്നും പറഞ്ഞിട്ട് അവർ പൈസ കുറക്കൂല. അതിലൊന്നും പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കസേരകൾ കൊഴിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞാൽ 5000 VIP-കളും വരുന്നില്ല. ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പരിപാടികളും നടത്താൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? വരുന്ന VIP-കൾ 10, 50, 100 പേര് വരുന്ന VIP-കൾ വിളിച്ച് ഈ പരിപാടി നടത്തിയാൽ ഇതുമാതിരി പണം ചെലവഴിക്കേണ്ടതില്ല. ഇത് പക്ഷേ ഇങ്ങനെ വലിയ സംഗമം നടത്തുന്നുണ്ടെന്നുള്ള വാർത്ത പരത്തുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി നടത്തിയ ഒരു കാര്യമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ടത്. എന്നുവെച്ചാൽ ഷോ ആണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഏറ്റവും പ്രദർശനാത്മകമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അത് സമൂഹത്തിൻ്റെ കൂടി തയ്യാറ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഷോ ഇല്ലാതെ ഇവർ എവിടെന്നെങ്കിലും ഒരു 10-50 VIP-കളെ വിളിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ മീറ്റ് ചെയ്ത് പരിപാടിയൊക്കെ നടത്തിയാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഇത് പമ്പയിൽ നടത്തണം, ഇങ്ങനെ നടത്തണം, ഈ രീതിയിൽ നടത്തണം, കൊള്ള നടത്തണം. വാർത്തകൾ നിലക്കുന്നില്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയിട്ട് ഇപ്പോഴും ഇത് നിരന്തരമായ വാർത്തകളായിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ ഒരു ദിവസം ഒരു വാർത്ത ഉണ്ടാവും, അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കട്ടുമുടിച്ച് നശിപ്പിക്കുന്ന പ്രക്രിയക്ക് വാർത്താ പ്രാധാന്യം വളരെ വ്യാപകമായി ഉണ്ടാകുകയും ഇവർക്കെതിരെ കേസോ ഒരു പരിപാടിയോ ഉണ്ടാകാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ആളുകളുടെ പണം പുട്ടടിച്ച് അവർ തിന്നു തീർത്തു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സമൂഹം ആയിട്ട് നമ്മുടെ സമൂഹം മാർത്തിരുന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ദുരന്തമാണ് ശരിക്കും. ഈ ശബരിമലയിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നു, എന്നിട്ടും ഇപ്പം ഈ ഒരു സ്വകാര്യ ഓഡിറ്ററെ കൊണ്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ കോടതി ഇതിനകത്ത് വീണ്ടും ഇടപെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ഓഡിറ്ററെ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ പ്രശാന്ത് പറയുന്നു 3 കോടി രൂപ ദേവസ്വം ബോർഡ് ചിലവാക്കിയെങ്കിൽ ആ പണം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ജയകുമാർ പറയുന്നു ആ പണത്തിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയ ഓഡിറ്ററുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുന്നു പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരുപോലെ സമ്മതിക്കുന്നു. കോടതി അത് കണ്ടെത്തുന്നു. എന്ത് സംഭവിക്കുന്നു? ഈ കോടതിക്ക് നേരിട്ട് ഇതിനകത്ത് ഈ ശബരിമലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോടതി അതിൻ്റെ അകത്തൊരു പാർട്ടാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കോടതി നേരത്തെ ഇടപെടേണ്ടതായിരുന്നു. അന്ന് കോടതി ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഇടപെട്ടിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും ഇടപെട്ടിരുന്നു. പക്ഷേ ഈ ഇപ്പോൾ കാണുന്ന തരത്തിൽ ആ കാര്യങ്ങൾ അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു. എന്തായാലും കോടതി ഇടപെട്ടെ, ആരൊക്കെയാണ് കട്ടുതീർന്നതെന്നുള്ളത് പുറത്തു വരട്ടെ. കളവല്ലാണ്ട് വല്ലതും ശബരിമലയിൽ നടക്കുന്നുണ്ട്. ശബരിമല എന്ന് പറഞ്ഞതിനെ കുറേ കഴിയുന്ന സമയത്ത് ഈ കളവ് സ്ഥാൻ എന്ന് പറയുന്ന പേരിൽ ചിലപ്പോൾ അറിയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കളവ് നടത്തുന്ന ഒരു പ്രസ്ഥാനം പ്രദേശവുമായിട്ട് മാറിത്തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.